UDFിൻ്റെ ശക്തി കേന്ദ്രമാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് മുസ്ലിം ലീഗിനുള്ള സ്വാധീനം ശ്രദ്ധേയമാണ്. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ മുസ്ലിം ലീഗ് വലിയ ശക്തി തന്നെയാണ്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം കഴിഞ്ഞു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം തങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിനപ്പുറമാണ് ഉന്നതാധികാര സമിതിയിൽ നടന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ഒരു ഭരണം ചിന്തിക്കാൻ പോലും കഴിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും, ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചു കയറിയത്, UDF തിളക്കമാർന്ന വിജയം നേടിയത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വലിയ ഡിമാൻഡുകളാണ് കോൺഗ്രസിന് മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. വടക്ക് മാത്രമല്ല, തെക്കും കൂടുതൽ സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു. കാരണം അവർക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്. അവർ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അവർ നല്ല പ്രകടനം, തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കുതിച്ചു കയറിയപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കോട്ടകൾ ഇളകാതെ തന്നെ നിന്നു. മുസ്ലിം ലീഗ് മലപ്പുറത്ത് അനിഷേധ്യ സാന്നിധ്യമായി തന്നെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് വേണം. മറ്റൊന്ന്, മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം. മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും പറ്റില്ല, പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം. അതാണ് മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഉരുത്തിരിഞ്ഞ ആശയം. തെക്കൻ കേരളത്തിലും അവർക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടും. ചുരുക്കത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്, ത്രിശങ്കു സ്വർഗത്തിലാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ തള്ളിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള കരുത്തില്ല. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിനെ പോലെയല്ല മുസ്ലിം ലീഗ്. കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഡിമാൻഡ് വയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബാന്ധവമാണ്. വെൽഫെയർ പാർട്ടിയെ UDFിൻ്റെ ഘടകകക്ഷിയാക്കാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ അവസാനം അത് UDF ഉപേക്ഷിച്ചു. കാരണം വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ കൂടെ എടുത്താൽ ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് കോൺഗ്രസിലെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. പക്ഷേ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും UDFിൻ്റെ ലേബലിൽ തന്നെ. മുസ്ലിം ലീഗ് സ്വതന്ത്രർ എന്ന നിലയിലായിരിക്കും അവർ മത്സരിക്കുക. അങ്ങനെ ഒരു ധാരണയാണ് വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് രഹസ്യമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുന്ന ഒരു സമുന്നത നേതാവിന് മന്ത്രിസ്ഥാനം നൽകണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. അതാണ് ഉന്നതാധികാര സമിതിയിൽ അവർ ചർച്ച ചെയ്ത വിഷയം. മുസ്ലിം ലീഗ് വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് കരുക്കൾ നീക്കുന്നത്. PMA സലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സൗഹൃദപരമായി കോൺഗ്രസുമായി ചർച്ച നടത്തുമെന്നും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നുമാണ്. അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയാണ്. വെൽഫെയർ പാർട്ടിയെ UDFിൻ്റെ ഘടകകക്ഷിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി നേതാക്കളെ സ്വതന്ത്രരാക്കി 2-3 സീറ്റുകളിൽ മത്സരിപ്പിക്കുക, അവിടെ അവരെ ജയിപ്പിക്കുക, അതിലൊരാളെ മന്ത്രിയാക്കുക. അങ്ങനെ മന്ത്രിമാരുടെ കാര്യത്തിലും ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിലും മുസ്ലിം ലീഗ് കടുംപിടുത്തം തന്നെ പിടിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പായും ആവശ്യപ്പെടും മുസ്ലിം ലീഗ്. ഇവിടെയാണ് കോൺഗ്രസ് വലയുന്നത്.
കാരണം കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിനെ കൂടാതെ നിലനിൽക്കാൻ സാധ്യമല്ല. കാരണം അത്രയേറെ ശക്തിയുണ്ട് അവർക്ക് മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലെ ചില ഭാഗങ്ങളിലും ഒക്കെ. പെട്ടെന്നൊന്നും മുസ്ലിം ലീഗിനെ തഴഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്.